സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം വെറും ഒരു മോട്ടിവേഷണൽ പ്രസംഗമല്ല. ഇതൊരു മാനസിക ശക്തിയാണ്. ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെ ഒരിക്കലും ഒരു മനുഷ്യനും നിങ്ങളെ നിസ്സാരമായി കാണാൻ ധൈര്യപ്പെടില്ല. ആരും നിങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കില്ല. ആരും നിങ്ങളുടെ വികാരങ്ങൾ വെച്ച് കളിക്കാൻ മുതിരില്ല. ആരും നിങ്ങളെ ഉപയോഗിച്ച് വലിച്ചെറിയാനും സാധിക്കില്ല. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, സത്യത്തിൽ ഇത് സാധ്യമാണോ എന്ന്. തീർച്ചയായും സാധ്യമാണ്. അതിശയിപ്പിക്കുന്ന കാര്യം എന്തെന്നാൽ ഇതിനായി നിങ്ങൾ വഴക്കിടേണ്ടതില്ല, ഒച്ച വെക്കേണ്ടതില്ല, ദേഷ്യപ്പെടേണ്ടതില്ല. നിങ്ങൾ പഠിക്കേണ്ടത് ചാണക്യന്റെ ആ അപകടകരമായ 12 തന്ത്രങ്ങൾ മാത്രമാണ്. ഇത് ഉപയോഗിച്ചാൽ ആളുകൾ താനേ നിങ്ങളുടെ വിലയും സ്ഥാനവും മനസ്സിലാക്കി തുടങ്ങും. ചാണക്യൻ പറയുന്നു, ലോകത്തെ ഏറ്റവും അധികം ചൂഷണം ചെയ്യപ്പെടുന്നത് നല്ല മനസ്സിന് ഉടമകളായവരാണ്. കാരണം അവർക്ക് അതിരുകൾ നിശ്ചയിക്കാൻ അറിയില്ല. അവർ എല്ലാവർക്കും അറിയിക്കുന്നതിലധികം പ്രാധാന്യം നൽകുന്നു. ഞാൻ എന്റെ പരിധി വിട്ടാലും ഒന്നും മിണ്ടില്ല എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന നിമിഷം മുതൽ കളി തുടങ്ങുകയായി. അത് ബോസ് ആയാലും സുഹൃത്തായാലും ബന്ധുവായാലും അല്ലെങ്കിൽ സ്വന്തം ആളായാലും. ആദ്യം അവർ നിങ്ങളെ നിസ്സാരമായി കാണാൻ തുടങ്ങും. പിന്നെ നിങ്ങളുടെ വാക്കുകൾക്ക് വിലയില്ലാതാക്കും. പതിയെ നിങ്ങളുടെ ആത്മാഭിമാനം തകർക്കപ്പെടും. എന്നാൽ ഇന്നത്തോടെ അത് അവസാനിപ്പിക്കാൻ പോവുകയാണ്. കാരണം ആളുകളെ അവരുടേതായ സ്ഥാനത്ത് നിർത്താനുള്ള കല നിങ്ങൾ ഇന്ന് പഠിക്കാൻ പോകുന്നു. ഇനിയൊന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ. നിങ്ങളെ ഏറ്റവും അധികം വേദനിപ്പിച്ച, കരയിപ്പിച്ച 5 പേരെ ഒന്ന് ഓർത്തു നോക്കൂ. സത്യം എന്തെന്നാൽ ആ 5 പേർക്കും നിങ്ങൾ ഒരു കാലത്ത് അവരുടെ അർഹതയേക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നു. അവർക്ക് അർഹതയില്ലാത്ത സ്ഥാനം നിങ്ങൾ അവർക്ക് നൽകി. ചാണക്യൻ വ്യക്തമായി പറയുന്നു, ഏതൊരു വ്യക്തിയാണോ നിങ്ങൾ അവരുടെ യോഗ്യതയ്ക്ക് മുകളിൽ പ്രതിഷ്ഠിക്കുന്നത്, അവരായിരിക്കും നിങ്ങളെ ആദ്യം താഴെ ഇറക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ സ്ഥാനമല്ലെങ്കിൽ ഔക്കാത്ത് എന്ന് പറയുന്നത് ആരെയെങ്കിലും അപമാനിക്കൽ അല്ല, മറിച്ച് അതിരുകൾ നിശ്ചയിക്കലാണ്. ആരും മുറിച്ചു കടക്കാൻ പാടില്ലാത്ത ഒരു അദൃശ്യ രേഖ വരയ്ക്കലാണ്. ശാന്തമായി എന്നാൽ ശക്തമായി. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആളുകൾ നിങ്ങളെ ഭയപ്പെടുകയല്ല, മറിച്ച് ബഹുമാനിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആരും നിങ്ങളെ അടിച്ചമർത്തുന്നതിന് മുമ്പ് 100 തവണ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം നിങ്ങളുടെ വ്യക്തിത്വത്തെ അടിമുടി മാറ്റാൻ പോകുന്ന ചാണക്യന്റെ 12 തന്ത്രങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ അറിവ് എല്ലാവരിലും എത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഒരു കമന്റ് രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ എവിടെ നിന്നാണ് ഈ വീഡിയോ കാണുന്നതെന്ന് കമന്റിൽ പറയൂ. സമയം കളയാതെ നമുക്ക് തുടങ്ങാം. ആളുകളെ അവരുടെ സ്ഥാനം ഓർമ്മിപ്പിക്കുന്ന ചാണക്യന്റെ ആ രഹസ്യ തന്ത്രങ്ങൾ. ഒന്നാമത്തെ നിയമം, ഒരിക്കലും ഒരു മനുഷ്യനെയും നിങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ അനുവദിക്കരുത്. സുഹൃത്തുക്കളെ, ഇതാണ് മനുഷ്യന്റെ പതനം തുടങ്ങുന്ന ആദ്യത്തെയും ഏറ്റവും അപകടകരവുമായ തെറ്റ്. നമ്മൾ ചിന്തിക്കും, ഇവൻ എൻ്റെ സ്വന്തം ആളല്ലേ, അച്ഛനല്ലേ, സഹോദരനല്ലേ, ഭർത്താവല്ലേ, സുഹൃത്തല്ലേ, കുറച്ച് ക്ഷമിക്കാമെന്ന്. എന്നാൽ ചാണക്യൻ പറയുന്നു, ക്ഷമയും ബലഹീനതയും തമ്മിൽ വളരെ നേർത്തൊരു അതിർവരമ്പാണുള്ളത്. ആരെങ്കിലും ആ വരമ്പ് മുറിച്ചു കടന്നാൽ അവർ നിങ്ങളെ തുല്യരായിട്ടല്ല, മറിച്ച് അവർക്ക് താഴെയായാണ് കാണുക. ആരും പെട്ടെന്നൊരു ദിവസം നിങ്ങളുടെ മേൽ അധികാരം സ്ഥാപിക്കില്ല. തുടക്കം വളരെ ചെറിയ കാര്യങ്ങളിൽ നിന്നായിരിക്കും. നമ്മൾ പലപ്പോഴും ചെറിയ കാര്യമല്ലെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന കാര്യങ്ങൾ. വെറുതെ നിങ്ങളെ വഴക്കു പറയുന്നു, നിങ്ങൾ മിണ്ടാതിരിക്കുന്നു, നിങ്ങളുടെ അഭിപ്രായത്തെ പുച്ഛിക്കുന്നു, നിങ്ങളുടെ തീരുമാനം റദ്ദാക്കുന്നു, നിങ്ങൾ എതിർക്കുന്നില്ല. നിങ്ങളുടെ സമയത്തിനോ അധ്വാനത്തിനോ വികാരങ്ങൾക്കോ അവർ വില കൽപ്പിക്കുന്നില്ല. എന്നിട്ടും നിങ്ങൾ ചിരിക്കുന്നു. അവിടെ മുതൽ കളി തുടങ്ങുന്നു. ഇവനെല്ലാം സഹിക്കും, ഇവനെ അടിച്ചമർത്താമെന്ന് അവരുടെ മനസ്സിൽ ഉറയ്ക്കുന്നു. പിന്നെ അവർ പതിയെ നിങ്ങളുടെ അതിരുകൾ തകർക്കാൻ തുടങ്ങും. ഇന്ന് ഒച്ചയെടുത്തു, നാളെ പരിഹസിച്ചു, മറ്റന്നാൾ നിങ്ങളുടെ ആത്മാഭിമാനം ചവിട്ടിമിതച്ചു. എപ്പോഴാണ് നിങ്ങൾ അവരുടെ ചെരുപ്പിനടിയിലായതെന്ന് നിങ്ങൾ പോലും അറിയില്ല. ചാണക്യൻ വ്യക്തമായി പറയുന്നു, ഒരിക്കൽ നിങ്ങളെ അടിച്ചമർത്തിയപ്പോൾ നിങ്ങൾ മിണ്ടാതിരുന്നാൽ അവർ ജീവിതകാലം മുഴുവൻ നിങ്ങളെ അടിച്ചമർത്തും. അതുകൊണ്ട് ആദ്യത്തെ തിരിച്ചടി തന്നെ അവസാനത്തെ അടിയായിരിക്കണം.
ഇതിനർത്ഥം തല്ലുപിടിക്കണമെന്നല്ല. ശാന്തമായി ചിരിച്ചുകൊണ്ട് എന്നാൽ ഉറച്ച സ്വരത്തിൽ മറുപടി നൽകുക. ഇയാൾക്ക് മുമ്പിൽ എന്റെ കളി നടക്കില്ല എന്ന് അവർക്ക് മനസ്സിലാകണം. ആദ്യ തവണ തന്നെ അവരുടെ അതിര് നിശ്ചയിക്കുക. കാരണം ആദ്യ തവണ തന്നെ തടയപ്പെട്ടവർ പിന്നീട് ഏറ്റവും കൂടുതൽ ബഹുമാനം നൽകുന്നവരായി മാറും. ഓർക്കുക, സ്വയം ബഹുമാനിക്കാത്തവരോട് ലോകം വളരെ മോശമായി പെരുമാറും. ഇന്ന് സ്വന്തം കാര്യങ്ങൾ സംരക്ഷിക്കാൻ പഠിച്ചില്ലെങ്കിൽ നാളെ വേറെ ആരെങ്കിലും നിങ്ങളെ വില നിശ്ചയിക്കും. അതുകൊണ്ട് ആരെയും നിങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ അനുവദിക്കരുത് എന്നതാണ് ചാണക്യന്റെ ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ തന്ത്രം. രണ്ടാമത്തെ നിയമം: ഒരിക്കലും ഒരു മനുഷ്യനോടും നിങ്ങളുടെ ബലഹീനത കാണിക്കരുത്. ഈ നിയമം കേൾക്കാൻ ലളിതമാണെങ്കിലും വളരെ അപകടകരമാണ്. കാരണം ലോകം നിങ്ങളുടെ ബലഹീനതയിൽ സഹതാപം കാണിക്കില്ല, മറിച്ച് അതൊരു അവസരമായി എടുക്കും. ആളുകൾ നിങ്ങളുടെ ബലഹീനതയെ ഒരു കുറവായിട്ടല്ല, നിങ്ങളുടെ ഗതികേടായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ സങ്കടങ്ങളും പേടിയും കുറവുകളും ഒരാളുടെ മുമ്പിൽ തുറന്നു വെക്കുമ്പോൾ നിങ്ങൾ അവരുടെ കയ്യിലെ കളിപ്പാവയായി മാറുകയാണ്. പുറമെ അവർ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നത് പോലെ തോന്നും, സഹതാപം കാണിക്കും. എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ അവർ നിങ്ങളുടെ ആ ബലഹീനതയെ ആയുധമാക്കി മാറ്റിക്കഴിഞ്ഞു. ചാണക്യൻ പറയുന്നു, ബലഹീനത വെളിപ്പെടുത്തുക എന്നാൽ സ്വയം വസ്ത്രം ഉരിയുന്നതിന് തുല്യമാണ്. ഇന്നവർ നിങ്ങളുടെ സങ്കടം കേൾക്കും, നാളെ അതേ കാര്യം വെച്ച് നിങ്ങളെ ഭീഷണിപ്പെടുത്തും, മറ്റന്നാൾ അതേ ബലഹീനത ഉപയോഗിച്ച് നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യും. അവൻ നിങ്ങളെ ചീത്ത വിളിച്ചില്ല, തല്ലിയില്ല, പക്ഷെ നിങ്ങളുടെ വികാരങ്ങൾ വെച്ച് കളിക്കാൻ തുടങ്ങി. ഏറ്റവും അപകടകരമായ കാര്യം എന്തെന്നാൽ തെറ്റ് എന്റെ ഭാഗത്താണ് എന്ന് നിങ്ങൾ സ്വയം പഠിക്കാൻ തുടങ്ങും. ഇതാണ് മാനസിക അടിമത്തം. ഇവിടെയാണ് ഭൂരിഭാഗം ആളുകളും തോറ്റുപോകുന്നത്. ചാണക്യന്റെ സൂത്രം വളരെ വ്യക്തമാണ്. നിങ്ങളെ ആ ബലഹീനതയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ളവരോട് മാത്രം, പരിഹാരം തരാൻ കഴിയുന്നവരോട് മാത്രം അത് പറയുക. ബാക്കിയുള്ളവരുടെ മുമ്പിൽ എപ്പോഴും ശാന്തനും ശക്തനുമായി നിൽക്കുക. ഇതിനർത്ഥം നിങ്ങൾ കല്ലുപോലെ ആകണമെന്നല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ യുദ്ധങ്ങൾ എല്ലാവരെയും കാണിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. കാരണം കേൾക്കുന്ന എല്ലാവരും നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നവരല്ല. ഓർക്കുക, ശക്തനായ മനുഷ്യനെ ആളുകൾ ബഹുമാനിക്കും, ദുർബലനായ മനുഷ്യനെ ആളുകൾ കളിയാക്കും. ഇതാണ് ലോകത്തിന്റെ സത്യം. നിങ്ങൾ ശക്തനായി നിൽക്കുമ്പോൾ ആളുകൾ സൂക്ഷിച്ചേ സംസാരിക്കൂ. നിങ്ങൾ ദുർബലനായി നിൽക്കുമ്പോൾ ആളുകൾ അതിരുവിടും. അതുകൊണ്ട് ഇന്ന് തന്നെ തീരുമാനിക്കുക, ആരാണ് നിങ്ങളെ ഭയപ്പെടേണ്ടത്, ആരാണ് നിങ്ങളോട് കളിക്കാൻ ധൈര്യപ്പെടുന്നതെന്ന്. സ്വന്തം ബലഹീനത മറച്ചു വയ്ക്കാൻ പഠിച്ചവന് മാത്രമേ ആളുകളെ അവരുടെ സ്ഥാനത്ത് നിർത്താൻ കഴിയൂ. മൂന്നാമത്തെ നിയമം, ഏറ്റവും അപകടകരമായ നിയമം: ഒരിക്കലും ഒരാൾക്കും വീണ്ടും വീണ്ടും അവസരം നൽകരുത്. ഇവിടെയാണ് ബുദ്ധിമാന്മാർക്ക് പോലും തെറ്റുപറ്റുന്നത്. പാവം ആദ്യത്തെ തവണയല്ലേ, തെറ്റുപറ്റിയതാകുമെന്ന് കരുതി നമ്മൾ ക്ഷമിക്കും. രണ്ടാമത്തെ തവണയും സാരമില്ല, മനുഷ്യനല്ലേ എന്ന് കരുതും. എന്നാൽ മൂന്നാമത്തേതും അതേ തെറ്റ് ആവർത്തിക്കപ്പെടുകയാണെങ്കിൽ തെറ്റ് അയാളുടേതല്ല, നിങ്ങളുടേതാണ്. കാരണം അത് അയാളുടെ ശീലമായി മാറിക്കഴിഞ്ഞു. ചാണക്യൻ പറയുന്നു, 3 തവണ നിങ്ങൾ ക്ഷമിച്ചാൽ 4ാം തവണ അയാൾ നിങ്ങളെ അടിമയായി കാണും. ഇപ്പോൾ അയാൾക്കറിയാം നിങ്ങൾ ഒന്നും ചെയ്യില്ലെന്ന്. അതുകൊണ്ട് ചാണക്യന്റെ നയം വ്യക്തമാണ്. രണ്ടാമത്തെ തെറ്റിൽ തന്നെ അകലം പാലിക്കുക. ദേഷ്യമില്ലാതെ, ബഹളമില്ലാതെ, ഒച്ചപ്പാടില്ലാതെ നിശബ്ദമായി പിന്മാറുക. ആ നിശബ്ദതയാണ് അയാൾക്ക് അയാളുടെ സ്ഥാനം ഓർമ്മിപ്പിച്ചു കൊടുക്കുന്നത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മനസ്സിലാക്കുക. നിങ്ങളുടെ വില നിങ്ങൾ തന്നെ നിശ്ചയിക്കുക, മറ്റുള്ളവരെ അതിന് അനുവദിക്കരുത്. നിങ്ങൾ സ്വയം എത്രത്തോളം ബഹുമാനിക്കുന്നുവോ അത്രത്തോളമേ മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കൂ. എല്ലാവർക്കും എപ്പോഴും തലയാട്ടുകയും എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ഓടുകയും എവിടെയും ലഭ്യമായിരിക്കുകയും ചെയ്താൽ ലോകം നിങ്ങളെ സൗജന്യമായി കിട്ടുന്ന സാധനമായി കാണും. ചാണക്യൻ പറയുന്നു, സ്വന്തം വില അറിയാത്തവനെ വിപണിയിൽ ആരും ചോദിക്കില്ല. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളുടെ സമയത്തിന് വിലയിടുക, നിങ്ങളുടെ വികാരങ്ങൾക്ക് വിലയിടുക, നിങ്ങളുടെ സാന്നിധ്യത്തിന് വിലയിടുക. നിങ്ങളെ ആഗ്രഹിക്കുന്നവൻ അതിനു വില നൽകേണ്ടി വരും. വെറുതെ ഇനിയൊന്നും ലഭിക്കില്ല. ആളുകളെ അവരുടെ സ്ഥാനത്ത് നിർത്താനുള്ള വളരെ ഫലപ്രദമായ ഒരു വഴിയാണ് മൗനം. ആരെങ്കിലും നിങ്ങളോട് ഒച്ചയെടുക്കുമ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കുക.
ആരെങ്കിലും നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് മൗനം പാലിക്കുക. ഈ മൗനം അവരുടെ മനസ്സിന്റെ സമനില തെറ്റിക്കും. ഇവൻ എന്താണ് മിണ്ടാത്തത്, ഇവന്റെ മനസ്സിൽ എന്താണ് പ്ലാൻ എന്ന ചിന്ത അവരെ ഭയപ്പെടുത്തും. ചാണക്യൻ പറയുന്നു, നിങ്ങൾ മൗനമായിരിക്കുമ്പോഴാണ് നിങ്ങളുടെ ബുദ്ധി ഏറ്റവും വേഗത്തിൽ പ്രവർത്തിക്കുന്നത്. അപ്പോഴാണ് എതിരാളിയുടെ ബുദ്ധി ഏറ്റവും കൂടുതൽ നശിക്കുന്നത്. മറ്റൊരു നിയമം കൂടി മനസ്സിൽ കുറിച്ചിടുക. എനിക്ക് നിന്നെ ആവശ്യമുണ്ടെന്ന് ഒരാളോടും തോന്നിപ്പിക്കരുത്. നിങ്ങൾക്ക് അവരില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന് തോന്നിയാൽ കളി തീർന്നു. പിന്നെ അവർ നിങ്ങളെ കളിപ്പിക്കും, ഉപയോഗിക്കും, മാനസികമായി തകർക്കും. ചാണക്യൻ പറയുന്നു, ആവശ്യം ഒരിക്കലും വെളിപ്പെടുത്തരുത്. ഓടുന്നവന്റെ പിന്നാലെയാണ് ലോകം ഓടുക. നിങ്ങൾ ഓടിയാൽ ലോകം നിങ്ങളെ ചവിട്ടിത്തെറിപ്പിക്കും. നിങ്ങൾ നിന്നാൽ ലോകം നിങ്ങളെ അടുത്തേക്ക് വരും. ബന്ധുക്കളെ അവരുടെ സ്ഥാനത്ത് നിർത്താനുള്ള എളുപ്പ വഴി അവരിൽ നിന്ന് പ്രതീക്ഷകൾ അവസാനിപ്പിക്കുക എന്നതാണ്. പ്രതീക്ഷ അവസാനിപ്പിക്കുന്ന ദിവസം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കും. അവർ പരിഹസിക്കും, നിങ്ങൾ ചിരിക്കുക. അവർ താഴ്ത്തിക്കെട്ടും, നിങ്ങൾ അവഗണിക്കുക. പതിയെ അവർ തന്നെ നന്നാവും. കാരണം പ്രതീക്ഷയില്ലാത്ത മനുഷ്യനാണ് ഏറ്റവും ശക്തൻ. ചാണക്യൻ പറയുന്നു, പ്രതീക്ഷയാണ് ഏറ്റവും വലിയ അടിമത്തം. സുഹൃത്തുക്കളുടെ കാര്യത്തിലും ഇത് ബാധകമാണ്. ആവശ്യത്തിന് മാത്രം വിളിക്കുന്ന സുഹൃത്തിനെ അടുത്ത തവണ ഓർക്കേണ്ടതില്ല. നിങ്ങളുടെ വിജയത്തിൽ അസൂയപ്പെടുന്നവനോട് ഒന്നും വിശദീകരിക്കേണ്ടതില്ല. മുമ്പിൽ നല്ലതും പിന്നെ വിഷവും പറയുന്നവനെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കുക. നിങ്ങളെ അടിച്ചമർത്തുന്നവനും സ്വയം അടിച്ചമർത്തപ്പെടാത്തവനുമാണ് യഥാർത്ഥ സുഹൃത്ത്. ചാണക്യൻ പറയുന്നു, മൗനമായിരിക്കുന്നവൻ അവസാനം രാജാവാകും. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും ഈ നിയമം ബാധകമാണ്. ബഹുമാനം തുല്യമായിരിക്കണം. ഒരാൾ മറ്റൊരാളെ അവരുടെ സ്ഥാനത്തിന് മുകളിൽ പ്രതിഷ്ഠിക്കുന്ന ദിവസം ആ ബന്ധം തകരാൻ തുടങ്ങുന്നു. ഒരാൾ അടിച്ചമർത്തുകയും മറ്റൊരാൾ സഹിക്കുകയും ചെയ്യുന്നത് ബന്ധമല്ല, യുദ്ധമാണ്. അവസാനം ഇത് മാത്രം ഓർക്കുക, നിങ്ങളുടെ സ്ഥാനം നിങ്ങൾ തന്നെ തീരുമാനിക്കുക. നിങ്ങൾ എത്രത്തോളം വിലപിടിപ്പുള്ളവനാകുന്നുവോ ലോകം നിങ്ങളെ അത്രത്തോളം വിലമതിക്കും. നിങ്ങൾ എത്രത്തോളം ശാന്തനും ശക്തനുമാകുന്നുവോ ലോകം അത്രത്തോളം ഭയപ്പെടും. ആളുകൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്ന ദിവസം മുതൽ അവരുടെ നിയന്ത്രണം നിങ്ങളുടെ കയ്യിലാകും. ഇതുവരെ നിങ്ങൾ പഠിച്ചത് എങ്ങനെ ശക്തനാകാം, എങ്ങനെ മൗനം പാലിക്കാം, എങ്ങനെ അതിരുകൾ നിശ്ചയിക്കാം എന്നാണ്. എന്നാൽ ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി വരാൻ പോകുന്നത് ആളുകൾ ഒന്നും പറയാതെ തന്നെ നിങ്ങളുടെ മുമ്പിൽ തലകുനിക്കുന്ന ആ രഹസ്യ തന്ത്രങ്ങളാണ്. തയ്യാറാണെങ്കിൽ ശ്രദ്ധിച്ചു കേൾക്കൂ. കാരണം ഇവിടെ ചാണക്യന്റെ യഥാർത്ഥവും ഏറ്റവും അപകടകരവുമായ നയങ്ങൾ ആരംഭിക്കുകയാണ്. ഏറ്റവും അടിസ്ഥാനപരവും അപകടകരവുമായ ഈ സത്യം മനസ്സിലാക്കുക. നിങ്ങൾ എത്രത്തോളം വഴങ്ങി കൊടുക്കുന്നുവോ അത്രത്തോളം ആളുകൾ നിങ്ങളെ അടിച്ചമർത്തും. സുഹൃത്തുക്കളെ, ആരും പെട്ടെന്നൊരു ദിവസം നിങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കില്ല. ആദ്യം അവർ നിങ്ങളെ പരീക്ഷിക്കും. ആരെങ്കിലും നിങ്ങളോട് ഒച്ചയെടുക്കുമ്പോൾ, മോശമായി സംസാരിക്കുമ്പോൾ, അപമാനിക്കുമ്പോൾ അവർ നിങ്ങളുടെ അതിരുകൾ അളക്കുകയാണ്. നിങ്ങൾ എത്രത്തോളം താഴുമെന്ന് അവർ നോക്കുകയാണ്. അന്ന് നിങ്ങൾ തലകുനിച്ചാൽ ഇനി എന്നും നിങ്ങളെ തലകുനിപ്പിക്കാം എന്ന ലൈസൻസ് നിങ്ങൾ അവർക്ക് നൽകുകയാണ്. ചാണക്യൻ വ്യക്തമായി പറയുന്നു, ഒരിക്കൽ നിങ്ങളെ അപമാനിച്ചപ്പോൾ നിങ്ങൾ ചിരിച്ചുകൊണ്ട് സഹിച്ചാൽ അവൻ നിങ്ങളുടെ അപമാനം എന്നേക്കുമായി ഉറപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ചാണക്യന്റെ നയം ഇവിടെ വളരെ ലളിതവും അപകടകരവുമാണ്. അടുത്ത തവണ ആരെങ്കിലും നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചാൽ തർക്കിക്കാൻ നിൽക്കണ്ട, ദേഷ്യം കാണിക്കണ്ട, വിശദീകരണം നൽകണ്ട. അവരെ അവിടെ വെച്ച് തടയുക. ശാന്തമായ സ്വരത്തിൽ കണ്ണുകളിൽ നോക്കി ഒരേ ഒരു വരി പറയുക, എന്നോട് ഇത്തരത്തിൽ സംസാരിക്കരുത്. അത്രമാത്രം. ഒരു വാക്ക് കൂട്ടാനോ പാടില്ല, കുറയ്ക്കാനും പാടില്ല. ഈ ഒരു വാചകം മതി നിങ്ങളെ അടിച്ചമർത്താൻ എളുപ്പമല്ല എന്നവർക്ക് മനസ്സിലാക്കാൻ. ആദ്യ തവണ തന്നെ അതിരു കണ്ടാൽ പിന്നെ അവർ ജീവിതത്തിൽ ഒരിക്കലും അതിനു മുതിരില്ല. ഇനി ചാണക്യന്റെ രണ്ടാമത്തെ ആയുധം മനസ്സിലാക്കുക, നോട്ടം കൊണ്ടുള്ള കളി. ആളുകൾ നിങ്ങളുടെ വാക്കുകളെക്കാൾ കൂടുതൽ നിങ്ങളുടെ കണ്ണുകളെയാണ് വായിക്കുന്നത്. ആരെങ്കിലും അഹങ്കാരം കാണിച്ചാൽ, ഒച്ചയെടുത്താൽ, അവരുടെ അധികാരം കാണിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ അവരെ ഉറ്റുനോക്കുക. ചിരിക്കാതെ, കൺപീലികൾ വെട്ടാതെ, വളരെ തണുത്തതും ആഴമേറിയതുമായ നോട്ടം. 10 സെക്കൻഡ്, 15 സെക്കൻഡ്, കഴിയുന്നത്ര ഒന്നും മിണ്ടാതിരിക്കുക. എതിരാളി ഉള്ളിന്റെ ഉള്ളിൽ തകരാൻ തുടങ്ങും.
ഇവൻ എന്താണ് മിണ്ടാത്തത്, എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന ചോദ്യങ്ങൾ അവരുടെ മനസ്സിൽ കറങ്ങും. ആ ഭയം അവരുടെ അഹങ്കാരം ഇല്ലാതാക്കും. ചാണക്യൻ പറയുന്നു, വാക്കുകൾക്ക് മുമ്പേ കണ്ണുകളാണ് ആക്രമിക്കുന്നത്. ആത്മവിശ്വാസവും തീയുമുള്ള കണ്ണുകളെ നേരിടാൻ ആർക്കും ധൈര്യമുണ്ടാകില്ല. അതുകൊണ്ട് ഇന്നു മുതൽ പരിശീലനം തുടങ്ങുക. കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് സ്വന്തം കണ്ണുകളിലേക്ക് നോക്കി നിൽക്കാൻ പഠിക്കുക. സ്വന്തം കണ്ണുകളെ ഭയപ്പെടുന്നത് നിങ്ങൾ നിർത്തുന്ന ദിവസം ലോകം നിങ്ങളെ ഭയപ്പെടാൻ തുടങ്ങും. ഇതാണ് ആളുകളെ വരുതിയിൽ നിർത്താനുള്ള ചാണക്യതന്ത്രം. ശാന്തവും ആഴമേറിയതും അതീവ അപകടകരവും. ഇനി മൂന്നാമത്തെ ആയുധം, അകലത്തെക്കുറിച്ചുള്ള ഭയം. സുഹൃത്തുക്കളെ, ഇതൊരു കയ്പേറിയ സത്യമാണ്. ആളുകൾ നിങ്ങളോട് എത്രത്തോളം അടുക്കുന്നുവോ അത്രത്തോളം അവർ നിങ്ങളെ നിസ്സാരമായി കാണാൻ തുടങ്ങും. അമിതമായ അടുപ്പം പതിയെ അപമാനമായി മാറും. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും ശക്തരായ ആളുകൾ ഒരിക്കലും പൂർണ്ണമായി ആർക്കും ലഭ്യമാകാത്തത്. അവർ ഒത്തിരി അകലെയല്ല, ഒത്തിരി അടുത്തുമല്ല. കാണാനും അനുഭവിക്കാനും പറ്റും, പക്ഷേ തൊടാൻ പറ്റാത്തത്ര അകലം അവർ പാലിക്കും. ആരെങ്കിലും നിങ്ങളോട് അമിതമായി അടുക്കാൻ തുടങ്ങിയാൽ, നിങ്ങളുടെ എല്ലാ കാര്യത്തിലും ഇടപെടാൻ തുടങ്ങിയാൽ ഒരു പടി മുന്നോട്ട് മാറുന്നതാണ് ചാണക്യന്റെ യഥാർത്ഥ തന്ത്രം. ആരെങ്കിലും ദിവസം ഫോൺ വിളിക്കുന്നുണ്ടെങ്കിൽ, എപ്പോഴും മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ ഉടനെ മറുപടി നൽകുന്നത് നിർത്തുക. ബേക്ക് മറുപടി നൽകുക. ഒരു ദിവസം കഴിഞ്ഞ് നൽകുക, പിന്നെ 2 ദിവസം കഴിഞ്ഞ്. ഒന്നും പറയാതെ തന്നെ അവർക്ക് മനസ്സിലാകും അവരുടെ സ്വാധീനം കുറഞ്ഞുവെന്ന്. തന്റെ സ്വാധീനം കുറയുന്നത് കാണുമ്പോൾ അവർ താനേ മര്യാദ പഠിക്കും. ചാണക്യൻ പറയുന്നു, എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നിനും വിലയുണ്ടാകില്ല. എന്നാൽ അകലെ തിളങ്ങി നിൽക്കുന്നതിനെ ആളുകൾ ആഗ്രഹിക്കുന്നു. അകലം നിങ്ങളെ ശാന്തനും തണുപ്പൻ മട്ടുമുള്ളവനും അപകടകാരിയുമാക്കുന്നു. ഇനി 4ാമത്തെ നിയമം, നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയുണ്ടെന്ന് ആരെയും അറിയിക്കരുത്. പണമോ സമയമോ ശക്തിയോ വികാരങ്ങളോ ആകട്ടെ, ആളുകൾക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ചാണ് അവർ നിങ്ങളെ അടിച്ചമർത്തുക. നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെന്നറിഞ്ഞാൽ കടം ചോദിക്കും. സമയമുണ്ടെന്നറിഞ്ഞാൽ നിങ്ങളുടെ സമയം അവർ അപഹരിക്കും. നിങ്ങൾ വികാരധീനാണെന്നറിഞ്ഞാൽ അവർ നിങ്ങളുടെ വികാരങ്ങൾ വെച്ച് കളിക്കും. അതുകൊണ്ട് ചാണക്യൻ പറയുന്നു, എപ്പോഴും ഒരു രഹസ്യമായിരിക്കുക. നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഇതൊന്നും എല്ലാവരോടും പറയേണ്ടതില്ല. എത്ര കുറച്ച് ആളുകൾ നിങ്ങളെ അറിയുന്നുവോ അത്രത്തോളം അവർ നിങ്ങളെ ബഹുമാനിക്കും. എല്ലാ രഹസ്യങ്ങളും വെളിപ്പെട്ട മനുഷ്യന്റെ വില പതിയെ ഇടിയാൻ തുടങ്ങും. രഹസ്യങ്ങൾ നിങ്ങളെ ശക്തനാക്കും, ശാന്തനാക്കും, അതിലുപരി അപകടകാരിയാക്കും. കുറച്ച് കാണുക, കുറച്ച് സംസാരിക്കുക, പക്ഷേ ആർക്കും നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയാത്ത വിധം വലിയ സ്വാധീനം ചെലുത്തുക. 5ാമത്തെയും ഏറ്റവും അപകടകരവുമായ ആയുധം, തിരിച്ചുള്ള ആക്രമണം. എതിരാളിയെ തൊടാതെ തന്നെ മുറിവേൽപ്പിക്കുന്ന തന്ത്രമാണിത്. ആരെങ്കിലും നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ, സാധാരണക്കാരൻ ദേഷ്യത്തിൽ മറുപടി പറഞ്ഞ് അവിടെ വെച്ച് തന്നെ തോൽക്കുന്നു. എന്നാൽ ചാണക്യന്റെ നയം നേരെ തിരിച്ചാണ്. ഇവിടെ മറുപടി നൽകുന്നു, പക്ഷേ തണുത്ത മനസ്സോടെ ചിരിച്ചുകൊണ്ട്. ഉദാഹരണത്തിന്, നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ ദേഷ്യപ്പെട്ട് വിശദീകരണം നൽകിയാൽ നിങ്ങൾ കുടുങ്ങി. എന്നാൽ ശാന്തമായി, ശരിയാണ്, ഞാൻ ഒന്നിനും കൊള്ളില്ല, നീയല്ലേ എല്ലാം ചെയ്യുന്നത്, എന്നിട്ട് നീ എവിടെ എത്തി എന്ന് ചോദിച്ചാൽ കളി തീർന്നു. ഒരൊറ്റ വാചകത്തിൽ നിങ്ങൾ അവന്റെ വാദം സമ്മതിക്കുകയും അവന്റെ യഥാർത്ഥ നില കാണിച്ചു കൊടുക്കുകയും ചെയ്തു. എതിരാളിക്ക് മറുപടി പറയാൻ കഴിയില്ല. ചാണക്യൻ പറയുന്നു, ഏറ്റവും വലിയ അപമാനം ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. ദേഷ്യത്തിലുള്ള മറുപടി എതിരാളിക്ക് വഴക്കിടാൻ അവസരം നൽകുന്നു. എന്നാൽ തണുത്ത മറുപടി അവരുടെ തലച്ചോറിൽ വിഷം പോലെ ഇറങ്ങിച്ചെല്ലും. അവർ രാവും പകലും അതിനെക്കുറിച്ച് ചിന്തിക്കും. അതാണ് യഥാർത്ഥ വിജയം. മറുപടി എപ്പോഴും നിങ്ങൾ ശാന്തനായി ഇരിക്കുന്നതും എതിരാളി ഉള്ളിൽ തകരുന്നതുമായിരിക്കണം. മറ്റൊരു പ്രധാന കാര്യം, നിങ്ങൾ അവരോട് ദേഷ്യത്തിലാണെന്ന് ഒരിക്കലും അവരെ അറിയിക്കരുത്. ദേഷ്യം കാണിക്കുന്നത് സ്വന്തം ബലഹീനത കാണിക്കുന്നതിന് തുല്യമാണ്. തന്നെ സ്വാധീനിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായാൽ അവർ വീണ്ടും കളിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ചാണക്യന്റെ തന്ത്രം ഇവിടെ കൂടുതൽ അപകടകരമാണ്.
ദേഷ്യമല്ല, പെരുമാറ്റമാണ് മാറ്റേണ്ടത്. ദിവസവും സംസാരിച്ചിരുന്നവർ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം സംസാരിക്കുക. ആദ്യം ആശംസകൾ അറിയിച്ചിരുന്നവർക്ക് അവസാനം മാത്രം അറിയിക്കുക. കാരണം പറയാതെ പരാതി പറയാതെ എതിരാളിക്ക് അസ്വസ്ഥത തോന്നി തുടങ്ങും. ഞാൻ എന്താണ് തെറ്റ് ചെയ്തത്, ഇവൻ പെട്ടെന്ന് മാറിയത് എന്താണ് എന്നവർ ചിന്തിക്കും. അവർ കാരണം ചോദിച്ചു വരുമ്പോഴേക്കും നിങ്ങൾ മാനസികമായി ഏറെ മുന്നിൽ എത്തിയിട്ടുണ്ടാകും. ചാണക്യൻ പറയുന്നു, ദേഷ്യം കാണിക്കുന്നവൻ ദുർബലനാണ്, എന്നാൽ ദേഷ്യം കാണിക്കാതെ പ്രതികാരം ചെയ്യുന്നവനാണ് യഥാർത്ഥ രാജാവ്. ഇതാണ് ആളുകളെ വരുതിയിൽ നിർത്താനുള്ള ഏറ്റവും ശാന്തവും അപകടകരവുമായ തന്ത്രം. ഇനി അവസാനത്തെയും ഏറ്റവും ശക്തവുമായ ആയുധം. ആളുകൾക്ക് നിങ്ങളെ താഴെ നിന്ന് മുകളിലേക്ക് നോക്കേണ്ടി വരുന്ന അത്ര ഉയരത്തിലേക്ക് നിങ്ങൾ സ്വയം വളരുക. സുഹൃത്തുക്കളെ, ഇതാണ് ചാണക്യന്റെ ഏറ്റവും നിശബ്ദവും എന്നാൽ ഏറ്റവും അപകടകരവുമായ തന്ത്രം. ആളുകളോട് തല്ലുപിടിച്ച് നിങ്ങളുടെ വില ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നിടത്തോളം കാലം നിങ്ങൾ അതേ നിലവാരത്തിൽ തന്നെ കിടക്കും. എന്നാൽ ജീവിതത്തിൽ നിങ്ങൾ വലിയ ഉയരങ്ങളിൽ എത്തുമ്പോൾ ദൂരെ നിന്ന് തന്നെ ആളുകൾ നിങ്ങളെ തിരിച്ചറിയാൻ തുടങ്ങും. അന്ന് കളി അവസാനിക്കും. പിന്നെ ആരെയും അവരുടെ സ്ഥാനം ഓർമ്മിപ്പിക്കേണ്ടി വരില്ല. ആളുകൾ താനെ അവരുടെ സ്ഥാനത്ത് നിന്നോളും. ഉയർച്ചയാണ് ഏറ്റവും വലിയ ഭാഷ. അത് പറയാതെ തന്നെ എല്ലാം പറയും. ചാണക്യൻ പറയുന്നു, നിങ്ങൾ എത്രത്തോളം വിജയിക്കുന്നുവോ, എത്രത്തോളം ശാന്തനായിരിക്കുന്നുവോ, എത്രത്തോളം ശക്തനായിരിക്കുന്നുവോ, ആളുകൾ അത്രത്തോളം നിങ്ങളെ ഭയപ്പെടും. ഭയം നിങ്ങൾ എന്തെങ്കിലും ചെയ്യും എന്നതുകൊണ്ടല്ല, മറിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും, പക്ഷേ നിങ്ങൾ മൗനം പാലിക്കുന്നു എന്നതുകൊണ്ടാണ്. ആ ഭയമാണ് ഏറ്റവും ആഴമേറിയത്. ചാണക്യന്റെ അവസാന സൂത്രം വളരെ വ്യക്തമാണ്. ഏറ്റവും വലിയ ബഹുമാനം ആളുകൾ നിസ്സഹായത കൊണ്ടോ മധുരവാക്കുകൾ കൊണ്ടോ നൽകുന്നതല്ല, ഭയം കൊണ്ട് നൽകുന്നതാണ് ഏറ്റവും വലിയ ബഹുമാനം. കാരണം ഭയം കൊണ്ട് കുനിഞ്ഞ തല പിന്നീട് ഒരിക്കലും ഉയരില്ല. അതുകൊണ്ട് ഇന്നൊരു പ്രതിജ്ഞ എടുക്കൂ. ഇന്നു മുതൽ ഒരു സാധാരണക്കാരനായി ജീവിക്കുന്നത് നിങ്ങൾ അവസാനിപ്പിക്കും. പമ്പന്മാർ പോലും സംസാരിക്കുന്നതിനു മുമ്പ് വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുന്ന ഒരു വ്യക്തിയായി നിങ്ങൾ മാറും. നിങ്ങളുടെ ഒരു നോട്ടം കൊണ്ട് അന്തരീക്ഷം മാറണം. നിങ്ങളെ തൊടുന്നതിനു മുമ്പ് ആളുകൾ 100 തവണ ചിന്തിക്കണം. ഇതിനായി ബഹളം വെക്കണ്ട, വഴക്കിടേണ്ട. എല്ലാവരും നിങ്ങളെ നഷ്ടപ്പെടാൻ ഭയപ്പെടുന്ന രീതിയിൽ സ്വയം വിലപിടിപ്പുള്ളവനാവുക. ഇതുവരെ നിങ്ങൾ 3 പ്രധാന കാര്യങ്ങൾ പഠിച്ചു. 1. നിങ്ങളുടെ അതിർവരമ്പ് നിശ്ചയിക്കുക. 2. ആ വരമ്പ് ലംഘിക്കുന്നവനെ വഴക്കിടാതെ അവന്റെ സ്ഥാനം ഓർമ്മിപ്പിക്കുക. 3. ഒന്നും മിണ്ടാതെ തന്നെ നിങ്ങളുടെ വില മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക. ഇനി 4ാമത്തെയും അവസാനത്തെയും ഭാഗം വരുന്നു. ഇത് ചാണക്യൻ തന്റെ വിശ്വസ്ത ശിഷ്യന് മാത്രം പറഞ്ഞു കൊടുത്ത കാര്യമാണ്. ഇതറിഞ്ഞാൽ പിന്നെ ആരെയും നിലയ്ക്ക് നിർത്താൻ നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വരില്ല. കാരണം നിങ്ങളുടെ മുമ്പിൽ വരുന്നതിന് മുമ്പേ ആളുകൾ അവരുടെ സ്ഥാനം നിശ്ചയിച്ചിട്ടുണ്ടാകും. ഈ ഭാഗത്തെ ആദ്യത്തെയും ഏറ്റവും ക്രൂരവുമായ നിയമം: നിങ്ങളുടെ വിജയം ഒരിക്കലും വെളിപ്പെടുത്തരുത്, പക്ഷേ അതിൻ്റെ സുഗന്ധം പരത്തുക. പുതിയ വണ്ടി വാങ്ങിയാൽ ബഹളം വെക്കണ്ട, വല്ലപ്പോഴും അതിലൊന്ന് പുറത്തിറങ്ങുക. പ്രൊമോഷൻ കിട്ടിയാൽ വിളംബരം ചെയ്യണ്ട, പുതിയ വിസിറ്റിംഗ് കാർഡ് കൊടുത്താൽ മതി. വലിയ കാര്യം ചെയ്താൽ ക്യാപ്ഷൻ എഴുതേണ്ട, ഫോട്ടോ ഇട്ടാൽ മതി. ആളുകൾ കാര്യങ്ങൾ കൂടി വായിച്ചു മനസ്സിലാക്കിക്കോളും നിങ്ങൾ അവരെക്കാൾ ബഹുദൂരം മുന്നിലെത്തിയെന്ന്. ചാണക്യൻ പറയുന്നു, വിജയത്തിന്റെ ശബ്ദമുണ്ടാക്കരുത്, അതിന്റെ മാറ്റൊലി ഉണ്ടാക്കുക. 2ാമത്തെ നിയമം: ആളുകളുടെ മുമ്പിൽ കുറച്ചു മാത്രം സംസാരിക്കുക, പക്ഷെ പറയുന്ന ഓരോ വാക്കും വർഷങ്ങളോളം ഓർമ്മിപ്പിക്കപ്പെടുന്നത്രേ ഘനമുള്ളതായിരിക്കണം. സുഖമാണോ എന്നാരെങ്കിലും ചോദിച്ചാൽ കുഴപ്പമില്ലാതെ പോകുന്നു എന്ന് പറയുക. എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചാൽ നീ ചിന്തിക്കുന്നതിലും അപ്പുറം എന്ന് പറയുക. അത്രമാത്രം. അവർ രാത്രി മുഴുവൻ അതിനെക്കുറിച്ച് ചിന്തിക്കും. അവർ എത്രത്തോളം ചിന്തിക്കുന്നുവോ അത്രത്തോളം അവരുടെ മനസ്സിൽ നിങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കും. ചാണക്യൻ പറയുന്നു, കൂടുതൽ സംസാരിക്കുന്നവനെ വില കുറയും. 3ാമത്തെ ആയുധം: തെറ്റ് പറയാതെ തന്നെ ആളുകളെ അവരുടെ തെറ്റ് ബോധ്യപ്പെടുത്തുക. ആരെങ്കിലും നിങ്ങളോട് തെറ്റ് ചെയ്താൽ നേരിട്ടൊന്നും പറയേണ്ട. അടുത്ത തവണ അവർ എന്തെങ്കിലും സഹായം ചോദിക്കുമ്പോൾ, പഴയ കാര്യം ഓർമ്മയുണ്ടല്ലോ
അല്ലേ എന്ന് ശാന്തമായി ചോദിക്കുക. അത്രമാത്രം മതി, അവർക്ക് കാര്യം മനസ്സിലാകും. അടുത്ത തവണ നിങ്ങളുടെ മുമ്പിൽ വരുന്നതിന് മുമ്പ് അവർ 100 തവണ ചിന്തിക്കും. ചാണക്യൻ പറയുന്നു, സ്വന്തം തെറ്റ് സ്വയം കണ്ടുപിടിക്കാൻ നിർബന്ധിതനാകുന്നവൻ ജീവിതകാലം മുഴുവൻ സൂക്ഷിച്ചേ നടക്കൂ. അവസാന നിയമം: എല്ലാ ബന്ധത്തിലും ഒരു ഇല്ല അല്ലെങ്കിൽ നോ തീർച്ചയായും ഉണ്ടായിരിക്കണം. അച്ഛനമ്മമാരോടായാലും, പങ്കാളിയോടായാലും, സുഹൃത്തിനോടായാലും, ബോസിനോടായാലും എല്ലായിടത്തും തലയാട്ടുന്നത് നിങ്ങൾ നിർത്തുന്ന ദിവസം നിങ്ങളുടെ ഒരു യെസ് കിട്ടാൻ ആളുകൾ കാത്തു നിൽക്കും. കാരണം നോ പറയാൻ കഴിയാത്തവന്റെ യെസ്സിന് ഒരു വിലയുമില്ല. ചാണക്യൻ പറയുന്നു, നോ പറയാൻ ശക്തിയുള്ളവന്റെ കയ്യിലാണ് യഥാർത്ഥ ശക്തി. ഈ വീഡിയോ നിങ്ങൾക്ക് വെറും നല്ലതായി മാത്രമല്ല കണ്ണു തുറപ്പിക്കുന്നതായി തോന്നിയെങ്കിൽ, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഉപകരിക്കുമെന്ന് തോന്നിയെങ്കിൽ ഇത് ഇവിടെ ഉപേക്ഷിക്കരുത്. ചാണക്യന്റെ ഈ നയങ്ങൾ പുസ്തകങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഭരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. ഇരയാകാതെ വേട്ടക്കാരനാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം കമന്റിൽ എന്റെ വില ഞാൻ തന്നെ നിശ്ചയിക്കുമെന്ന് എഴുതുക.